ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എനിക്ക് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ കണ്ടതിന് ശേഷം, അതുപോലെ എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുമാതിരി നന്നായിട്ട് ഞാൻ തയ്ക്കും. അതുപോലെ തന്നെ എനിക്ക് മുത്തുകൾ കൊണ്ടുള്ള എംബ്രോയ്ഡറി ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷെങ്കിൽ എനിക്ക് ത്രെഡും കൊണ്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ വീഡിയോസ് കണ്ടിട്ട് വളരെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള രീതിയിൽ ഞാനൊരു തുണി എടുത്തു. അതും ആദ്യമായിട്ട് തയ്ക്കാൻ പോകുന്ന ഫ്ലവർ എന്ന് പറയുന്നത് നല്ല തുണിയെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു നല്ലൊരു ടോപ്പേൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആകെ 5 ഫ്ലവേഴ്സാണ് ഇതേ ഞാൻ ചെയ്തേക്കുന്നത്. ആ 5 ഫ്ലവേഴ്സും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഫ്രഷ് തുണിയിലോട്ട് തന്നെ അങ്ങ് ചെയ്തു. ഈസി ഫ്ലവറായിട്ട് ഞാൻ ഓർത്ത് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത്, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ABCD അറിയത്തില്ല. പക്ഷെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനകത്തെ ഫ്ലവേഴ്സ് കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള ഈ റൈൽ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ സീക്വൻസും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നാൽ പിന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാം. ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്നുകൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അറിയാൻ വയ്യാത്തവർക്കും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവർക്കും ഉള്ളൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ പേര് ഡെയ്സി ഫ്ലവേഴ്സ്, ലേസി ഡെയ്സി എന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫ്ലവർ നമുക്ക് 5 പെറ്റൽസ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ നെക്ലൈനെ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒന്ന് ഡിസൈൻ ചെയ്യുക. ഞാൻ ഇവിടെയാണ് അടുത്ത ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതേ 5 പെറ്റൽസ് ആണ്. 1 2 3 4 and 5 പെറ്റൽസ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇത് എവിടെയൊക്കെ ചെല്ലണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക്. ആദ്യം ഞാൻ കണ്ടോ, ഇതുപോലെ തന്നെ ഫ്രെയിമേ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യുവാണ്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുന്നു. കണ്ടോ, അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് കുത്തിയിട്ട് ചെറിയ ഒരു പൂവ് കണ്ടോ, ഇത് കൊള്ളൊന്നും വേണ്ട, നമ്മൾ ചെറിയ ഒരു കെട്ടിയെടുക്കുക. കണ്ടോ, എന്നിട്ട് ഇത് അരികിലേക്ക് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. കണ്ടോ, ഒരു പെറ്റലായി. ഇനി നമ്മൾ അടുത്ത പെറ്റലിനെ കണ്ടോ, ഓക്കെ. എന്നിട്ടത് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കുത്തിയിറക്കുന്നു. നമ്മളിത് ഇവിടുന്ന് അടുത്ത പെറ്റലുണ്ടാക്കാൻ പോവാണ്. താഴേക്ക് എന്നിട്ട് വീണ്ടും ഇറക്കി 3 പെറ്റൽ നമുക്ക് കിട്ടി. അതിനടുത്തത് ഞാൻ അടുത്ത ഫ്ലവർ തേണ്ട് തയ്ക്കാൻ പോകുന്നു. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്കതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, ഭംഗിയായിട്ട് തന്നെ ചെയ്യും. നമുക്ക് പറയാറില്ലേ പ്രാക്ടീസ് മേക്ക് ബെറ്റർ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയാവും. നമ്മൾ പുറത്തൊരു എംബ്രോയ്ഡറി പുറത്ത് ഹാൻഡ് എംബ്രോയ്ഡറി കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയാൽ എത്ര രൂപയാണെന്ന് നോക്കിയാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ടോപ്പിനോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പയിലോ 1 2 ഒക്കെ പൂക്കൾ പിടിപ്പിക്കണമെങ്കിൽ എന്ത് എളുപ്പമാണ്. അതിലോട്ട് ഇപ്പോൾ ഇച്ചിരി തയ്ച്ച് ശരിയായില്ലെങ്കിൽ അതിലോട്ട് ബീഡ്സും അല്ലെ കല്ലോ മുത്തോ ഒക്കെ ഒട്ടിച്ചോ അല്ലെ തയ്ച്ചൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലുക്കേ മാറും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എംബ്രോയ്ഡറി നാട്ടി ചെയ്യിപ്പിച്ചിട്ട് വന്നു. ജസ്റ്റ് ആളിത് കേൾക്കുന്നുണ്ടാവാം. കയ്യിൽ മാത്രം 2 കയ്യിലും എംബ്രോയ്ഡറി, പക്ഷേ ഇച്ചിരി നല്ല എംബ്രോയ്ഡറി കേട്ടോ. പൊന്നു ചെയ്ത മോഡലിലെ ഒരു തരം എംബ്രോയ്ഡറിയാണ്. അത് ചെയ്തിട്ട് 2000 ആയി. 2 കയ്യിൽ മാത്രം എംബ്രോയ്ഡറി ചെയ്തിട്ട്. അപ്പം നമുക്ക് വലിയ ഇതില്ലേ നമ്മൾ ചെയ്ത് നമുക്ക് വലിയ കട്ടിയുള്ള ഫ്ലവേഴ്സിലേക്ക് എത്തിപ്പെടാം. നമ്മളിപ്പോൾ ഫ്ലവർ തയ്ച്ചു കണ്ടോ, അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആ വൃത്തി എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിക്കുക. പക്ഷേ ഇതിനെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ഇതിനകത്തേക്ക് ഓരോ ബീഡ്സ് കൊടുത്ത് വെച്ച് നമുക്ക് ഒട്ടിക്കാം. അതിന് ചുറ്റും നമുക്ക് കല്ലും സീക്വൻസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗി കണ്ടോ മാറുന്ന എത്ര മാത്രമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഈ വരുന്ന ഭംഗിയാവാത്ത പൂക്കൾ
ഞാൻ ഇതിനകത്ത് ഇതെല്ലാം വെച്ച് കഴിയുമ്പോൾ അതിന് വരുന്ന മാറ്റം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ എല്ലാം സെൻറ്ററുകളിൽ ഞാൻ ഹാഫ് ബീഡ്സ് ആണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഇത് ഒരു സൈഡ് നമുക്ക് ഇത് മുത്തുകളെ പൊളന്ന രീതിയിൽ നമ്മൾ കിട്ടുന്ന ഇത് കണ്ടോ. ഇതിനെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് വേണേലും ഇത് ഒട്ടിച്ചെടുക്കാം. എന്തായാലും ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടും. ഇതാ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി കൂടുതൽ ഇരുന്നാലും നമ്മളെ പോലീസ് പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഞാനുണ്ടാക്കിയ പൂക്കൾ ഒന്നും തന്നെ അല്ല, ഫ്ലവേഴ്സ് ഒന്നും തന്നെ അത്ര നല്ല വൃത്തി വന്നിട്ട് എനിക്ക് തോന്നില്ല. ഇവൻ ഇച്ചിരി കൊള്ളാം, ഇവൻ ഇച്ചിരി സുന്ദരിയായിട്ടുണ്ട് അല്ലേ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുക, എന്നോട് പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും അവരെയൊക്കെ ഞാൻ ചിരിക്കുന്ന മുഖമുള്ളതാക്കി മാറ്റി. അപ്പോൾ എല്ലാവർക്കും തന്നെ എന്നെപ്പോലെ എംബ്രോയ്ഡറി അറിയാൻ വയ്യാത്ത എല്ലാവർക്കും തന്നെ ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം വീട്ടിലിടുന്ന ഉടുപ്പയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം സമയമൊന്നും എടുക്കത്തില്ല ഇത്ര ഫ്ലവേഴ്സ് ചെയ്യാൻ. എത്ര ക്വിക്കായിട്ട് ഞാൻ 2 ഫ്ലവർ നിങ്ങളെ ചെയ്ത് കാണിച്ചത്. ഒരു ദിവസം ഈ ഉടുപ്പിട്ടുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. കൂടുതൽ ആൾക്കാർ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.